കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ ചൂഷണങ്ങളുടെ വലിയ വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ എത്തുന്നത്. 2017 മലയാളക്കര കണ്ട ഏറ്റവും ഹീനമായ ലൈംഗികാക്രമണത്തെ തുറന്നു പറയാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒരു അഭിനേത്രി കാണിച്ച തന്റെ ഇടത്തിന്റെ പ്രതിഫലനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതികളും. സ്ത്രീകൾ സിനിമയിൽ സുരക്ഷിതരല്ല എന്നും തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ ഗൗരവപൂർവ്വം സമീപിക്കേണ്ടതായിട്ടുണ്ടെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മലയാള സിനിമയിലെ ചില മുൻനിര നടിമാർ ചേർന്ന് രൂപം കൊടുത്ത WCC എന്ന സംഘടനയാണ് ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് സർക്കാരിനെ നിർബന്ധിതരാക്കിയത്. 2017 രൂപീകരിച്ച് 2019 റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും 5 വർഷങ്ങൾക്കിപ്പുറവും റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മലയാള ചലച്ചിത്ര മേഖലയെയും അതിന്റെ പ്രതിച്ഛായയെയും സാരമായി ബാധിക്കുന്ന ചൂഷണ വിവരങ്ങളും മാഫിയ ബന്ധങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത്. തുടർന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർ അവർക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ? കുറ്റാരോപിതരാകുന്ന വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പുകളും ഈ തുറന്നു പറച്ചിലുകൾക്ക് പിന്നിൽ ഉണ്ടാകുമോ? ലിസ കോളേജിലെ സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ട് പുറത്തു വന്നല്ലോ, അതിനുശേഷം ഇപ്പൊ ഒരുപാട് വാർത്തകളൊക്കെ എല്ലാം പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മെയിനായിട്ട് പറയുന്നത്, അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. അവർ കുറേ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു റോള് കിട്ടണമെങ്കിൽ തന്നെ ഒരു ആക്ട്രസ് എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പം ഒരാൾ മുൻകൈ എടുത്ത് ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചതിലൂടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്ന ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇതുപോലൊരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നത് കാരണം ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഫോൾസ് അലിഗേഷൻസും വരുന്നുണ്ട് ആക്ടേഴ്സിനെതിരെ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണ്, ശരിയാണ് എന്ന് നമ്മൾ അത് ഒരു പ്രൂഫോടെ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്ന വളരെ നല്ല കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഫിലിം ഇൻഡസ്ട്രിന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹെവി ടോപ്പിക്കാണ്. അപ്പം ഇതെല്ലാവരും നമ്മുടെ നാട്ടില് ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെ എക്സ്പോസ് ആവേണ്ടവർ എക്സ്പോസ് ആവണം. അതിൽ എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ, ഫിലിം ഇൻഡസ്ട്രീനെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുക തന്നെ വേണം. ഇതിപ്പം എനിക്ക് തോന്നുന്ന മാറ്റം വരേണ്ടത് ബിഹൈൻഡ് ദ സീൻസ് മാത്രമല്ല. ഇപ്പൊ ഫിലിമിലായാലും ഇപ്പൊ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഫിലിം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര മെയിൽ ലീഡ് ആയിട്ടുള്ള ഫിലിം തന്നെയാണ്. അപ്പം സ്ക്രിപ്റ്റിലും മാറ്റം വരണം, ബിഹൈൻഡ് ദി സീൻസ് മാറ്റം വരണം. ഓഡിയൻസ് തന്നെ ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സിന്റെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കില്ല. പക്ഷെ കുറെ ആക്ടേഴ്സ് ഉണ്ട് ഇത്രയോ ഏജ് ആയിട്ടും അവരിപ്പോഴും ഇൻഡസ്ട്രിയിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫീമെയിൽ ആക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഓഡിയൻസ് കൊണ്ട് മാറാനുണ്ട്, ബിഹൈൻഡ് ദി സീൻസ് മാറാനുണ്ട്, സ്ക്രിപ്റ്റും മൂവീസ് ആയിട്ട് മാറാനുണ്ട്, മൊത്തത്തിൽ മാറാനുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നത് ഒരു ചെറിയൊരു സ്റ്റെപ്പാണ്. ഇതിന് നല്ലതിലേക്ക് പോകുമെന്ന് വിചാരിക്കും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓക്കെയാണ്, സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെ. പക്ഷെ സ്ത്രീകളെ പോലെ തന്നെ എന്താ പറയാ, ഒരു സംഭവം തന്നെ പുരുഷന്മാർക്കും ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ നേരിടുന്നുണ്ട്. പക്ഷെ അവരെ പറ്റി പഠിക്കാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ ഇതുവരെ ഒരു കമ്മിറ്റി ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ടില്ല. നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്, ഈ കാസ്റ്റിംഗ് കൗച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാനും കുറ്റവാളികളെയൊക്കെ പുറത്ത് ഇതാക്കാനും ഒക്കെ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനും തന്നെയാണ് പറയുന്നത്, ആരൊക്കെയാണോ അത് കുറ്റം ചെയ്തിട്ടുള്ളത് അവരുടെയൊക്കെ പേര് വെളിയിൽ വരട്ടെ. കുറെ ഫേക്ക് കേസ് വരുന്ന മാതിരി തോന്നി. അത് കുറെ ആൾക്കാർ പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ വരുന്ന മാതിരി തോന്നി. പിന്നെ എന്താ പറയുക, ഇപ്പം നിവിൻ പോളിക്കെതിരെ വന്നൊക്കെ ആ ആക്രമിക്കപ്പെട്ട നടി എന്ന് പറയുന്ന ആ ഒരാള് പ്രൂഫ് ഒന്നും ഇല്ലാതെ വെറുതെ പ്രശസ്തി നേടാൻ വേണ്ടി അങ്ങനെ കൊടുത്ത മാതിരി നിവിൻ പോളിക്കെതിരെ തോന്നി. പിന്നെ ഇപ്പൊ സിദ്ദീഖായാലും ജയസൂര്യ ആയാലും ഓരെ നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ഓർക്ക് എതിരെ കുറെ പെണ്ണുങ്ങൾ കുറെ കേസ് കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഓരെ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. എന്നാ അത് എന്താ പറയാ, വിശ്വസിച്ച് നമ്മൾ പോകും. പക്ഷെ ഏതാണോ ഒറിജിനൽ ഏതാണോ ഫേക്ക് എന്ന് നമുക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റണില്ല. നമ്മളത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവം. കാരണം നമ്മൾ മലയാള സിനിമയെ കാണുന്ന അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ ബേസിലാണ് നമ്മൾ കാണുന്നതും അവരെ നമ്മളെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ഈ റീസെന്റ് ആയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് തന്നെ. ഈ ഒരു സമയത്ത് അത് വന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല ആൾക്കാരില്ല, നല്ല
ആക്ടേഴ്സ് അല്ല ആക്ടർ എന്ന് കരുതിയ ആൾക്കാർക്ക് പുറംഭാഗം ഇങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ വന്നത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കറണ്ട് സെനാറിയോയിൽ എന്താ പറയുക, ഗേൾസ് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പം അത് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ റേപ്പ് കേസ് മറ്റുള്ള അങ്ങനത്തെ ആ കൈൻഡ് ഓഫ് ഇഷ്യൂസ് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ. അപ്പം സിനിമയിലും ഇങ്ങനത്തെ നമ്മൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല. നമ്മളത് ഈ ഒരു റിപ്പോർട്ട് വഴി നമുക്കത് അറിയാൻ പറ്റി. പിന്നെന്താ പറയുക, എല്ലാവരും മോശക്കാരാണെന്നല്ല കേട്ടോ, അതിലും നല്ലവരും ഉണ്ട്, പിന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരും ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം കുറെ മുഖംമൂടി അണിഞ്ഞ മുഖങ്ങൾ നമുക്ക് മുഖംമൂടി അയച്ച് കാണാൻ പറ്റി. പക്ഷേ അത് ചില ആൾക്കാർ മിസ്യൂസും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിവിൻ എതിരെയൊക്കെ വന്നതാണെങ്കിൽ യാതൊരു തെളിവും ഇല്ലാതെയാണ് വന്നത്. പക്ഷെ ചിലതെന്ന് പറഞ്ഞാൽ കാലങ്ങളായി ഉള്ള വേദന പുറത്ത് പറഞ്ഞതായി അങ്ങനെയും ഉണ്ട്. അപ്പോൾ അത് പോസിറ്റീവാണ് നെഗറ്റീവാണ്. അപ്പൊ രണ്ട് രീതിയിൽ എടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഇങ്ങനത്തെ ഇതെല്ലാം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു WCCന്റെയും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രയത്നം മൂലം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് അവർക്കത് പറയാൻ ചിലപ്പോൾ വോയിസ് ഉണ്ടായിരുന്നിരിക്കില്ല, സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കില്ല. പെട്ടെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അവരുടെ കൂടെ നിന്നോണമെന്നില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇപ്പോ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടും ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ടും പണ്ട് മുതലേ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മലയാള സിനിമാ സംഘത്ത് വലിയൊരു വിപ്ലവത്തിന് കാരണമാകാൻ പോകുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഭാവിയിൽ നമുക്ക് മലയാള സിനിമയെ രണ്ടായി തിരിക്കാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപും ശേഷവുമെന്ന്. നമ്മളിപ്പം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മൾ കാണുന്ന ഓരോ സിനിമയിലും ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരുണ്ട്. 4.5 വർഷം എടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി. അതിൽ തന്നെ ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്. നമ്മൾ കണ്ടുവച്ച പല വിഗ്രഹങ്ങളും ഉടയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിനു മേളിൽ കൃത്യമായൊരു അന്വേഷണം നടക്കണം. സ്ത്രീകൾ നമ്മുടെ മലയാളം സിനിമാ രംഗത്ത് മാത്രമല്ല പല സിനിമാ രംഗങ്ങളിലും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനെതിരെയൊക്കെ എല്ലാ സിനിമാ രംഗങ്ങളിലും മാറ്റം വരേണ്ടതുണ്ട്. WCC എന്ന സംഘടനയും ഒരു നടിയും തുടങ്ങി വെച്ച വിപ്ലവമാണ് ഇന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെയും കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടതാണ്.